റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് എത്ര കുറവുണ്ടോ അത്രയും ബിദഅത്തുകാരനോട് അതാ സ്നേഹം വന്നുകൊണ്ടിരിക്കും. മഹാനായ സഅദ് തങ്ങൾ മണ്ടനാണെന്ന് കുട്ടികൾ പറയുന്നു. പഠിക്കാൻ എപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, താഴ്മയുള്ള വിദ്യാർത്ഥിയാണ്, ആളുകളോടും മറ്റു മുതഅല്ലിമീങ്ങളോടും വലിയ താഴ്മയുള്ള വിദ്യാർത്ഥിയാണ്. അവരാണ് ഈ ലോകത്ത് ഉയർന്നു വരിക. മുതഅല്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഅദ് തങ്ങൾ അളുദ് തങ്ങളുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശദറാത്ത് ദഹബിൽ കാണാം എല്ലാ കുട്ടികളും അതാ അസറിന്റെ ശേഷം അല്ലെങ്കിൽ അതുപോലൊരു ടൈമിൽ പുറത്തു പോയിരിക്കുന്നു. അവർക്ക് ഒഴിവ് ടൈമാണ്. പഠിക്കാൻ ഉസ്താദ് അവർക്ക് പുറത്തിറങ്ങാൻ സമ്മതം കൊടുക്കുന്ന ടൈമാണ്, ലാത്താൻ പോകുന്ന ടൈമാണ്. ആ ടൈമിൽ എല്ലാവരും പോയിട്ടുണ്ട്, പക്ഷേ സഅദ് പോയിട്ടില്ല. സഅദ് കിതാബ് പഠിക്കുകയാണ്. ഒരാൾ വന്നുകൊണ്ട്, അപരിചിതനായ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ സഅദ് അതായത് റസൂലുള്ളാഹ്, നബി തങ്ങൾ നിന്നെ വിളിക്കുന്നു സഅദേ. നബി തങ്ങൾ വിളിക്കാൻ ഒരു സാധ്യതയും ബാഹ്യത്തിലില്ല. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി 700 വർഷം കഴിഞ്ഞ് ജനിച്ചതായ സഅദ് തങ്ങളെ നബി തങ്ങൾ വിളിക്കുകയോ? സഅദ് തങ്ങൾ അതിനെ ഒരിക്കലും പരിഗണിച്ചില്ല. അയാൾ തിരിച്ചുപോയി. വീണ്ടും വരുന്നു, റസൂലുള്ളാഹി തങ്ങൾ നിന്നെ വിളിക്കുന്നു സഅദേ. മണ്ടനായ വിദ്യാർത്ഥി എന്ന് കുട്ടികൾ ഉദാഹരണം പറയുന്ന സഅദ് തങ്ങൾ വീണ്ടും പറയുന്നു, ഞാനില്ല, നീ പുറത്തു പോരുന്നില്ലേ? നിന്നെ നബി വിളിക്കുന്നു. പുറത്തില്ല, ഞാൻ പുറത്തു പോരാനില്ല. ഞാൻ ഓതി പഠിച്ചിട്ട് തന്നെ എനിക്ക് കിതാബ് വല്ല പോലെ മനസ്സിലാകുന്നില്ല, വിഷയങ്ങൾ മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ കളിക്കാൻ പോകാൻ ഞാനില്ല. മൂന്നാമത്തെ പ്രാവശ്യം വന്ന് നിന്നെ റസൂലുള്ള വിളിക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ തന്നെ മനസ്സങ്ങുണർന്നു പോകുന്നു. തുണി തന്നെ ശരിക്കുടിക്കാൻ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് ഹൃദയത്തിലുള്ളവൻ അങ്ങനെയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നിട്ടുണ്ടെന്നെങ്ങാനും നമ്മൾ കേട്ടാൽ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, സഹോദരന്മാരെ, എന്റെ വാള് കേൾക്കാൻ നിങ്ങളുണ്ടോ? നിങ്ങളോട് വാള് പറയാൻ ഞാനുണ്ടോ? ഈ ഇരിക്കുന്ന ഉസ്താദുമാർ ഓടാത്തവരല്ലേ? ഇവര് മുഴുവൻ സദാ പരിസരം മറന്നോടുകയില്ലേ? നമ്മളൊക്കെ റസൂലുള്ളാഹിനെ അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്? ആ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? അല്ലാഹു ഉറക്കത്തിലെങ്കിലും കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടുക എന്നത് വലിയ അനുഗ്രഹമാണ്. എത്രയെത്ര സ്വാലിഹീങ്ങൾ, എത്രയെത്ര ഔലിയാക്കൾക്കാണ് അല്ലാഹു തആല അനുഗ്രഹം നൽകിയത്. സഹോദരന്മാരെ, നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അവിടുന്ന് ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല, ഒരിക്കലും നമ്മെ അകറ്റി നിർത്തുകയില്ല. വലിയ സ്നേഹമുള്ളവരാണ്. വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈമാനുണ്ടാവുക എന്ന ഒറ്റ നിബന്ധനയുള്ളൂ അവിടുത്തെ റഅഫത്തിനും റഹ്മത്തിനും കാരണമായെന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മോശമുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ വെറുപ്പിന് കാരണമാകും. പക്ഷേ അവിടുന്ന് നമ്മളെ തള്ളിക്കളയുകയില്ല, അവിടുന്ന് നമ്മെ പാടെ ഒഴിച്ചു കളയുകയില്ല. ഈമാനുള്ളവരോട് സ്നേഹമാണ്. വിഷമിക്കുന്നത് കണ്ടാൽ പരിഹാരത്തിന് റസൂലുള്ള മുൻപിലാണ് എന്ന് സ്വഹാബത്തിന്റെ കാലത്ത് മാത്രമാണോ? ജീവിതകാലത്ത് മാത്രമാണോ? അല്ല, ജീവിതത്തിന്റെ ശേഷവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും സ്വഹാബത്തിന്റെ കാലത്തും താബീങ്ങളുടെ കാലത്തും താബീങ്ങളുടെ കാലത്തും എല്ലാ കാലത്തും വിഷമങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന നബിയാണ്. മദീനയിൽ പോയവർക്കറിയാം, എന്ത് പ്രയാസമുണ്ടെങ്കിലും നബി തങ്ങളോട് അങ്ങ് പറഞ്ഞാൽ അതിന് ഫലമുണ്ടായിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നബി തങ്ങളോട് പറഞ്ഞാൽ ഫലം ഉണ്ടാവും. ഞാനൊരാളോട് പറഞ്ഞു, മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകും. അതിനൊരു സംഭവം അയാളോട്. ഞാൻ മദീനയിലെത്തുകയാണ്, എന്റെ കൂടെ കാര്യമായിട്ട് ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കാശ് എന്റെ കയ്യിലുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലുമൊക്കെ മദത് ചെയ്യുമെന്നുള്ള ഉറപ്പിൽ അവിടെ എത്തിയതാണ്. വെറും 60 റിയാലറ്റിന്റെ കയ്യിലുള്ളൂ. ഒരു വഴിയുമില്ല എന്റെ കയ്യിൽ. മദീനയിലെത്തി ഒരു റൂം എടുക്കുമ്പോൾ ആ റൂമിന് ബെഡിന് 10 രൂപയും നോമ്പ് തുറക്കാൻ അത്താഴത്തിനും കൂടെ 15 രൂപയുമായി 25 രൂപയാണ് ഒരു ദിവസത്തിന്. ഏറ്റവും ചെറിയ രൂപമാണ്. 4 ദിവസം മദീനയിൽ നിൽക്കാൻ ഉദ്ദേശിച്ച് എനിക്ക് ഒരിക്കലും എന്റെ കാശ് അതിനെ മതിയാവുകയില്ല. ആരും പരിചയക്കാർ അന്ന് മദീനയിലില്ല. റൂം എടുക്കാൻ പറ്റൂല, കാശില്ല.
തിരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ 60 രൂപ വേണം ടിക്കറ്റിന്, അതും കയ്യിലില്ല. ആരോടും പറഞ്ഞതുമില്ല. എനിക്കുറപ്പാണ് മദീനയിലേക്ക് നാം ഒരുങ്ങിയതോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കാണും, റസൂലുള്ളാഹി ഇതിന് പരിഹാരം ചെയ്യും. ഈ ഉറപ്പിൽ ഞാൻ മദീനയിൽ ചെന്നിറങ്ങി. കാസർകോട്ടുകാരൻ അബ്ദുൽ അസീസ് ഹാജിയുടെ ഫന്തക്കിൽ ഇങ്ങനെ ഒരു റൂം, ഞാൻ ആ ഒരു ബെഡ് ഞാൻ ബുക്ക് ചെയ്തു, ഭക്ഷണവും ബുക്ക് ചെയ്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ ആദ്യം സിയാറത്ത് ചെയ്യാൻ വരികയാണ്. എന്റെ കയ്യിൽ കാശില്ല. ഞാൻ ഈ റൂം എടുത്തിട്ട് എങ്ങനെ കാശ് കൊടുക്കും എനിക്കറിയില്ല. റസൂലുള്ള തരുന്നു ഞാൻ അങ്ങ് തീരുമാനിച്ചു. നമ്മുടെ മനസ്സിൽ വേദനയുണ്ടോ, റസൂലുള്ളാഹിനെക്കുള്ള നമ്മൾ ചിന്തിച്ചോ, ഫലമുണ്ടായിരിക്കും. എവിടെന്നും എപ്പോഴും ഉണ്ടായിരിക്കും. അതങ്ങനെ ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല, സിയാറത്ത് ചെയ്തിട്ടില്ല. ആ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം അസർ അവർ 5-5:30 മണിയായിട്ടുണ്ട്. നിസ്കരിച്ചിട്ടില്ല. കുളിച്ച് ഡ്രസ്സ് ധരിച്ച് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് സ്വാലിഹ്യങ്ങൾ സിയാറത്തിന് പോകാറുള്ള. ആ രൂപത്തിൽ നമ്മളും ചെയ്തു. അവിടെ എത്തുമ്പോൾ മദീന പള്ളിയുടെ മുറ്റത്തെത്തുമ്പോൾ ആ ടൈമില് വാതിൽ അങ്ങ് കയറിയിട്ടില്ല. അപ്പോൾ എന്നെ വിളിക്കുന്നു, പകരേ പകരേ. പകര എന്ന് എന്നെ ആളുകൾ വിളിക്കാറുണ്ട് പലരും. പകരേ എന്നിങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഒരു മലയാള സ്വരമായതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ വാസ്തവത്തിൽ സഹോദരന്മാരെ, എനിക്ക് മുമ്പ് ഞാൻ ഓതുന്ന കാലത്ത് എന്റെ പള്ളിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹമാണ് ഈ വിളിക്കുന്നത്. റബ്ബേ എന്താ? ഇദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്നാ നിങ്ങൾ എത്തിയത്? ഞാൻ 2-3 ദിവസമായി, ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഞാൻ ഇവിടുന്ന് പോകുകയാണ്. മൂപ്പര് പറയാം, നിങ്ങൾ എന്നെ എത്തിയത്? ഞാൻ ഇപ്പം വരികയാണ്, ഞാൻ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടും കൂടിയില്ല. അൽഹംദുലില്ലാ നമ്മൾ കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ദ്വാരന്ന് പോകുമ്പോ നിർബന്ധിച്ച്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉദിക്കാത്തൊരു വിഷയം, 150 റിയാലാണ് അയാൾ എന്റെ പോക്കറ്റിൽ ഇട്ട് പോയത്. സഹോദരന്മാരെ, എങ്ങനെയാണ് ആ ടൈമിൽ അയാളുമായി കണ്ടുമുട്ടിയത്? അല്ലാഹുവിന്റെ റസൂലാണ് വഴിയൊരുക്കിയത്. 150 റിയാൽ എനിക്ക് മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോരാനും പിന്നെ എന്റെ